ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിനിസ്റ്റേഴ്സ് കിച്ചൺ. അപ്പോൾ ഇന്നത്തേത് ഒരു കറിയുടെ റെസിപ്പി ആട്ടോ. നമ്മുടെ പാവയ്ക്കയും മാങ്ങയും ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് അറിയാം പാവയ്ക്ക എന്ന് പറഞ്ഞാൽ എന്തുമാത്രം കയ്പുള്ള ഒന്നാണെന്ന്. പക്ഷേ ഇതേപോലെ ഒരു തവണ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒട്ടും തന്നെ കയ്പില്ലാതെ നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് ആ കറി കിട്ടും. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ ഈ സൂപ്പർ ടേസ്റ്റിലുള്ള കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 പാവയ്ക്കയും അതേപോലെ തന്നെ 2 മാങ്ങയും എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള 2 പാവയ്ക്കയും അതേപോലെ തന്നെ വലിപ്പമുള്ള 2 മാങ്ങയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നല്ലതുപോലെ തന്നെ കഴുകി നമ്മുടെ പാവയ്ക്കയും അതേപോലെ തന്നെ മാങ്ങയും ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ നമ്മുടെ പാവയ്ക്കയും അതേപോലെ തന്നെ മാങ്ങയും ഞാനിവിടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പാവയ്ക്കെന്നൊന്നും പറയുന്നത് ഒട്ടും തന്നെ കനമില്ലാതെ ഇതേപോലെ തീരെ നൈസായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ മാങ്ങയാണെങ്കിലും ഒരുപാട് വലിപ്പത്തിലൊന്നുമല്ല, എന്നാൽ തീരെ ചെറുതുമല്ലാത്ത രീതിയിലാണ് നമ്മൾ മാങ്ങയും അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാവയ്ക്ക് തോരനൊക്കെ വെക്കുന്ന ഈ ഒരു കനത്തിലായിരിക്കുക. അതേപോലെ തന്നെ മാങ്ങയാണെങ്കിലും നമ്മൾ മാങ്ങക്കറിയൊക്കെ വെക്കാനായിട്ട് ഉപയോഗിക്കില്ലേ, അതേപോലെ ഒരു വലിപ്പത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന പാവയ്ക്കയിലേക്ക് കുറച്ച് മസാലയൊന്ന് പറ്റി നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ പാവയ്ക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ അടുത്തേക്ക് നമ്മൾ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം, കാശ്മീരി ചില്ലിയും ചേർക്കണം, അതേപോലെ തന്നെ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മുളക് പൊടി ചേർത്താലും മതി. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ അടുത്തേക്ക് എരിവുള്ള മുളക് പൊടിയും അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ അടുത്തേക്ക് നമ്മുടെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അത് ഒരു 1/4 ടീസ്പൂൺ അത്രയും മാത്രം മതിയാവും, ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് കാശ്മീരി റെഡ് ചില്ലിയും ഒരു 1/2 ടീസ്പൂൺ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 മുളക് പൊടിയും കൂടി ആകെ ഒരേ ഒരു ടീസ്പൂണാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ് എന്നുണ്ടെങ്കിൽ, നല്ല എരിവാണെന്നുണ്ടെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മുടെ പാവയ്ക്കയിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഈ ചേർത്തിരിക്കുന്ന പൊടികളും നമ്മുടെ പാവയ്ക്കായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്ന നേരത്ത് ഒരേ ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ പാവയ്ക്ക കഴുകി വരുമ്പോൾ അതിനകത്ത് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ വെള്ളമൊന്നും തന്നെ ചേർക്കണ്ട കേട്ടോ. ഞാൻ പാവയ്ക്ക കഴുകി വാരി നല്ലതുപോലെ വെള്ളം കളഞ്ഞതിന് ശേഷമാണ് എടുത്തത്, അതുകൊണ്ട് ഒട്ടും തന്നെ വെള്ളം ഉണ്ടായിരുന്നില്ല. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ആ പൊടികളൊന്നും നനയാൻ പാകത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റെങ്കിലും നമുക്കതവിടെ മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള പരിപാടികളും കൂടി ഒന്ന് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടോ നമ്മുടെ നാടൻ കറികളൊക്കെ നമ്മൾ ഇപ്പോഴും റെഡിയാക്കുന്നത്. ഇപ്പോൾ വെളിച്ചെണ്ണയാണെങ്കിൽ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ അടുത്തേക്ക് കടുകും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ മീഡിയം സൈസുള്ള 2 സവാള ഇതേപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു സവാളയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മതിയാവും. നമ്മുടെ സവാള പതുക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിനകത്തേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ എടുത്തിരിക്കുന്ന പച്ചമുളകിന് ഒരുപാട് എരിവൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തത്. ഇപ്പോൾ എരിവുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2-3 മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കൂടെ തന്നെ 2 കറിവേപ്പിലയും അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാടൊന്നും വേണ്ട, ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും മാത്രം മതിയാവും. ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇതേപോലെ കറികളൊക്കെ വെക്കുമ്പോൾ ഇഞ്ചിയുടെ പേസ്റ്റ് ചേർക്കാതെ ഇതേപോലെ ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചി ചെറുതായിട്ട് ചതച്ചൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റിൽ നമ്മുടെ കറിയൊക്കെ കിട്ടും കേട്ടോ. അതിനുശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റി ഇതിൻ്റെ പച്ചമണമൊക്കെ ശരിക്കും ഒന്ന് പോയി നല്ലപോലെ തന്നെ ഒന്ന് വാടി വരട്ടെ. ഇപ്പോൾ നമ്മുടെ സവാളയുടെ ആണെങ്കിലും പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലതുപോലെ തന്നെ ഒന്ന് വാടി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ പാവയ്ക്കയുടെ മിക്സ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പാവയ്ക്ക അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് സവാളയും അതേപോലെ തന്നെ ഇഞ്ചിയൊക്കെ വഴറ്റിയെടുക്കുന്ന നേരത്ത് തനിയെ 10 മിനിറ്റ് ആയിക്കോളും. അപ്പോഴേക്കും നമ്മുടെ പാവയ്ക്കയിലേക്ക് ആ മസാലയൊക്കെ പിടിച്ച് നല്ലതുപോലെ തന്നെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ടാകും. അപ്പോൾ പാവയ്ക്ക കൊണ്ട് ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ശരിക്കും ഒന്ന് തട്ടിപ്പൊത്തി നമുക്കവിടെ മൂടി വയ്ക്കാം. പാവയ്ക്ക നല്ലതുപോലെ ഒന്ന് വെന്ത് വരാനുള്ള സമയമാണ് ഇനി നമുക്ക് വേണ്ടത്. അപ്പോൾ അതവിടെ ഇരുന്ന് ചെറുതീരിരുന്ന് ഒന്ന് വെന്ത് വരട്ടെ. അങ്ങനെ നമ്മുടെ പാവയ്ക്കൊക്കെ ആണെങ്കിലും ഒരു പകുതി വേവായിട്ടുണ്ട്. എന്നാൽ ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല, അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് മതിയാവും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിരുന്ന നമ്മുടെ മാങ്ങയുണ്ടല്ലോ, അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ മാങ്ങയും പാവയ്ക്കയും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി ഈ മാങ്ങ പതുക്കെ ഒന്ന് വെന്ത് വരാനായിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. മാങ്ങ ഒരുപാടങ്ങ് വെന്ത് കുഴയണ്ട, കാരണം ഇതിനകത്തേക്ക് നമുക്ക് 1-ാം പാലും 2-ാം പാലും ചേർത്ത് കൊടുക്കാനുള്ളതാണ്.
ഇപ്പോൾ നമ്മുടെ മാങ്ങ ചേർത്തിട്ടാണെങ്കിലും ശരിക്കും ഒന്ന് മിക്സാക്കി നല്ലപോലെ ഒന്ന് ചൂട് കയറി ആ മാങ്ങയിലേക്ക് വന്നിട്ടുണ്ട്. ഇതും മതി. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാനിവിടെ തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു തേങ്ങയുടെ അരമുറി തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. അതാണ് ഒന്നാം പാലും രണ്ടാം പാലും ആയിട്ട് എടുത്തത്. അപ്പോൾ ഇനിയിപ്പോൾ ചെറിയ തേങ്ങയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുഴുവൻ എടുക്കാം. അല്ല, വലിയ തേങ്ങയാണെന്നുണ്ടെങ്കിൽ നേർപ്പകുതിയുടെ തേങ്ങാപ്പാൽ മാത്രം നമ്മൾ എടുത്താൽ മതി. ഇപ്പം നമ്മുടെ പാവയ്ക്കയിലേക്കും മാങ്ങയിലേക്കും നമ്മുടെ രണ്ടാം പാലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ മാങ്ങ നല്ലതുപോലെ ഒന്ന് തിളച്ച് വെന്ത് വരണം. പാവയ്ക്ക എന്തായാലും പകുതി വെന്തതാണ്, ആ ബാക്കി പകുതിയും കൂടി ഈ സമയത്തിരുന്ന് വെന്തോളും. അത് നല്ലപോലെ ഒന്ന് മൂടി വെച്ച് ഈ തേങ്ങാപ്പാലിൽ നല്ലതുപോലെ തന്നെ ഇതൊന്ന് വെന്ത് വരട്ടെ. നമ്മൾ ചേർത്ത് കൊടുത്ത രണ്ടാം പാലൊക്കെ ആണെങ്കിൽ നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. മാങ്ങ ഒന്ന് വെന്തോന്ന് പതുക്കെ ഒന്ന് നോക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഇപ്പം നമ്മുടെ മാങ്ങയാണെങ്കിലും ശരിക്കും ഒന്ന് വെന്ത് വന്നിട്ടില്ല. അപ്പോൾ ഇതൊന്നും കൂടി ഇരുന്ന് നല്ലപോലെ തിളച്ച് ശരിക്കും ഒന്നും കൂടി ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ആണെങ്കിലും അത്യാവശ്യം ഒന്ന് തിളച്ച് ശരിക്കും ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ മാങ്ങയാണെങ്കിലും നന്നായിട്ട് തന്നെ ഒന്ന് വെന്തും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിനകത്തേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ അരമുറി തേങ്ങയുടെ ഒന്നാം പാൽ എടുത്ത് വെച്ചതാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് നല്ലപോലെ തന്നെ ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഒന്നാം പാൽ ചേർത്തതിന് ശേഷം ഒട്ടും തന്നെ തിളപ്പിക്കാനായിട്ട് പാടില്ല കേട്ടോ. പതുക്കെ ചെറിയൊരു ചൂട് കയറി വന്ന് ഒരു തിള വന്ന് തുടങ്ങിയാൽ മതി. അപ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഒന്നാം പാലും കൂടി ഒഴിച്ച് ചെറിയ ചെറിയ തിളകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. തേങ്ങാപ്പാൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് നമ്മുടെ ഗരം മസാലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഗരം മസാല അല്ലെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ആണെങ്കിലും കുഴപ്പമുണ്ടാവില്ല. അതും കൂടി ചേർത്ത് ഒന്നും കൂടി നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാവയ്ക്കക്കറി എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയൊരു മസാലയുടെ ടേസ്റ്റും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ഇത് മതി. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതങ്ങ് മൂടി വയ്ക്കാം. അപ്പോൾ എല്ലാ മസാലയും ആ തേങ്ങാപ്പാലും എല്ലാം കൂടി ഇരുന്ന് ഒന്നും കൂടി ഒന്ന് കുറുകി വരട്ടെ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി വരുമ്പോൾ നല്ല കട്ടിയായിട്ടുണ്ടാവും. അതേപോലെ തന്നെ തേങ്ങാപ്പാലിൻ്റെ ഒക്കെ ടേസ്റ്റ് ആ പാവയ്ക്കയിലേക്ക് മാങ്ങയിലേക്കൊക്കെ ശരിക്കും ഇറങ്ങിച്ചെന്ന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും കേട്ടോ. നമ്മുടെ പാവയ്ക്കൊക്കെ ഒട്ടും തന്നെ കയ്പുണ്ടാവില്ല. ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കുക. അപ്പോൾ എല്ലാവരും ചൂട് ചോറിൻ്റെ കൂടെ നമ്മുടെ പാവയ്ക്കറിയൊക്കെ കൂടി നല്ല ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കുക. കൂടെ തന്നെ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചാൽ മറ്റുള്ളവരെല്ലാം കൂടി ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. നമുക്കിപ്പോൾ ഇതേപോലുള്ള പുതിയ പുതിയ വീഡിയോസിൻ്റെ നല്ല അടിപൊളി റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുക. ബൈ.